അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം കുറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആശങ്ക അത് വളരെ സ്വാഭാവികമാണ്. ഒപ്പം തന്നെ ആറാം ഘട്ട തെരഞ്ഞെടുപ്പിനായി തയ്യാറെടുക്കുകയും വേണം. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണോ രാജ്യ തലസ്ഥാനത്ത് നിന്ന് ഏറ്റവും പ്രധാന വാർത്തകളായി വരുന്നത്? ഇന്ന് ഡൽഹിയിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് പുറത്തുവരാനുള്ളത്. ആറാം ഘട്ടത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് രാഷ്ട്രീയ പാർട്ടികൾ അടക്കം. ഇതിന്റെ പ്രചാരണം സജീവമാക്കി തന്നെയാണ് എൻഡിഎയും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യവും മുന്നോട്ട് പോകുന്നത്. പ്രധാനമന്ത്രി ഇന്ന് പ്രയാഗ്രാജിലാണ് ആ പ്രചാരണം നടത്തുക. പ്രയാഗ്രാജിൽ തന്നെ കോൺഗ്രസ് നേതാവായ പ്രിയങ്ക ഗാന്ധിയും അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടി നേതാവായ ഡിംപിൾ യാദവ് ഇന്ന് ഇന്ത്യ സഖ്യത്തിന്റെ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഇന്ന് ഉത്തർപ്രദേശിലെ വിവിധയിടങ്ങളിലാണ് ആ പ്രചാരണം നടക്കുന്നത്. അഞ്ചാം ഘട്ടം പൂർത്തിയായപ്പോൾ ഏകദേശം 60% പോളിംഗ് രേഖപ്പെടുത്തിയത്. ഇതിൽ രാഷ്ട്രീയ പാർട്ടികൾ നേരിയ ആശങ്കയിലാണ്. പക്ഷേ കഴിഞ്ഞ 2019 കണക്കുകൾ നോക്കുമ്പോൾ ഈ സീറ്റുകളിൽ മൊത്തം നോക്കിയാൽ ഏകദേശം 62%ആയിരുന്നു 2019 ആ പോളിംഗ് രേഖപ്പെടുത്തി. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആശങ്കകൾക്ക് വഴിയില്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ മൊത്തത്തിലുള്ള പോളിംഗ് ശതമാന കണക്കുകളിൽ രാഷ്ട്രീയ പാർട്ടികൾ ആശങ്കയിലാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വോട്ടർമാരെ വരും ദിവസങ്ങളിൽ ഈ ആറാം ഘട്ടത്തിലായാലും ഏഴാം ഘട്ടത്തിലായാലും പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാവുക. ഇതുകൂടാതെ തന്നെ കോടതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് ഒരു നിർണായകമായ ദിനമാണ്. മനീഷ് സിസോദിയയുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് ഡൽഹി ഹൈക്കോടതി വിധി പറയുന്നുണ്ട്. ഇഡിയും അതുപോലെ തന്നെ സിബിഐയും എടുത്ത കേസിലാണ് മനീഷ് സിസോദിയയുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുന്നത്. പ്രധാനമായും ഇഡി കോടതിയിൽ ഉയർത്തിയ വാദമെന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏകദേശം 2 വർഷത്തോളമായി മനീഷ് സിസോദിയ ജയിലിൽ തുടരുന്നു. ഈ കേസ് അനന്തമായി നീണ്ടുപോകുന്നത് ഇഡിയുടെ കുറ്റം കൊണ്ടല്ല, അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കരുതെന്നുള്ള വാദമാണ് ഇഡി ഇന്ന് പ്രധാനമായും കോടതിയിൽ ഉയർത്തുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങളെല്ലാം ഇന്ന് പൂർത്തിയായിട്ടുണ്ട്. ഏകദേശം വൈകുന്നേരം 5 മണിയോടുകൂടിയായിരിക്കും മനീഷ് സിസോദിയയുടെ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് പറയുക. എന്തായാലും വിവിധ പ്രചാരണ പരിപാടികളും അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇന്ന് ഡൽഹിയിൽ നിന്നുള്ളത്. ജെൽസി.